സ്വാഗതം. അറേനിയെ ഓർഡറിലെ അതിശയകരമായ ചിലന്തികളെക്കുറിച്ചുള്ള ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള എന്നാൽ പ്രകൃതിയിലെ തന്നെ ഏറ്റവും മികച്ച വേട്ടക്കാരായ ഇവരുടെ വൈവിധ്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ശരിക്കും രസകരമായൊരു യാത്രയാണിത് കേട്ടോ. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഭൂമിയിൽ ഇതിനകം എത്ര ചിലന്തി വർഗ്ഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? 45,000-ൽ അധികം. അതെ, 45,000. ഇതൊരു ചെറിയ സംഖ്യയല്ലല്ലേ? കൊടും തണുപ്പുള്ള മഞ്ഞു പ്രദേശങ്ങൾ മുതൽ നമ്മുടെ ഉഷ്ണമേഖലാ കാടുകളിൽ വരെ ഇവർ അതിജീവിച്ച് നിൽക്കുന്നുണ്ട്. ഇവയുടെ പരിണാമം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ ഈ ചിലന്തികളെ അവയുടെ അതിജീവന തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 4 തിരിക്കുകയാണ്. ആദ്യം വല നെയ്യുന്നവരെ പരിചയപ്പെടാം, പിന്നെ നിലത്ത് അതിവേഗം വേട്ടയാടുന്നവരെ നോക്കാം, അതുകഴിഞ്ഞ് ഭീമന്മാരും അപകടകാരികളുമായവയെക്കുറിച്ചും അവസാനമായി ഇതിൻ്റെയെല്ലാം ഒരു വലിയ ചിത്രവും നമ്മൾ കാണും. മീറ്റ് ദി വെബ് സ്പിന്നേഴ്സ്. ആദ്യത്തെ ഈ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ശരിക്കും ഇവരാണ് പ്രകൃതിയിലെ എഞ്ചിനീയർമാർ. ഒട്ടും ബഹളമില്ലാതെ മനോഹരമായ വലകൾ നെയ്ത് ഇരയെ കാത്തിരിക്കുന്ന ശാന്തരായ വേട്ടക്കാരാണിവർ. ഓർ വീവേഴ്സ് അഥവാ അറേനിഡേ കുടുംബത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകമെമ്പാടും കാണപ്പെടുന്ന ഇവർ വളരെ മനോഹരമായ വട്ടത്തിലുള്ള വലകൾ നിർമ്മിക്കുന്നവരാണ്. നമ്മൾ മനുഷ്യർക്കിവർ ഒട്ടും അപകടകാരികളല്ല. എന്നാൽ ഇതിൻ്റെ നേരെ മറുഭാഗത്ത് കോബ്വെബ് ചിലന്തികളുണ്ട്, അതായത് തെരിഡിയുടെ കുടുംബം. ഇവരുടെ വലകൾക്ക് ഒരു പ്രത്യേക രൂപമൊന്നുമില്ല, കുഴഞ്ഞുമറിഞ്ഞ ത്രിമാന രൂപത്തിലുള്ള വലകളാണിവരുടേത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്ന വൈദ്യശാസ്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ചിലന്തികൾ ഉൾപ്പെടുന്നത് ഈ കുടുംബത്തിലാണ്. ഈ കോബ്വെബ് കുടുംബത്തിലെ ചില പ്രധാനികളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്: ലാട്രോഡെക്ടസ്, സ്റ്റിയറ്റോഡ, അക്കേറേനിയ എന്നിങ്ങനെ. ഈ ലാറ്റിൻ പേരുകൾ കേട്ട് നിങ്ങൾ തലപുകയ്ക്കേണ്ട, വെറുതെ ഒന്ന് ഓർത്തുവെച്ചാൽ മാത്രം മതി. ഈ കൂട്ടത്തിലെ ബ്ലാക്ക് വിഡോസ് വളരെ പ്രശസ്തരാണെന്ന് നിങ്ങൾക്കിതിനകം തന്നെ അറിയാമായിരിക്കുമല്ലോ, അല്ലേ? ഇനി നമുക്ക് ലിനിഫിഡേ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. ഒട്ടേറെ സ്പീഷീസുകൾ ഈ കുടുംബത്തിലുണ്ടെങ്കിലും ഇവർ വളരെ ചെറിയവരായതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇവരെ ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. ഭൂമിയോടും ചെടികളോടും ചേർന്ന പരന്ന വലകളാണിവർ നിർമ്മിക്കുന്നത്. ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്പിൽ ഇവയെ മണി സ്പൈഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ചെറിയ ചിലന്തികൾ നമ്മുടെ ദേഹത്തു വന്നിരുന്നാൽ ഭാഗ്യം വരുമെന്നൊരു രസകരമായ വിശ്വാസം അവിടെയുണ്ട്. ദി ആക്റ്റീവ് ഗ്രൗണ്ട് ഹണ്ടേഴ്സ്. വല നെയ്യുന്നവരെ വിട്ട് അതിവേഗക്കാരായ അടുത്ത വിഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവർ വല കെട്ടി കാത്തിരിക്കുന്ന ടൈപ്പല്ല കേട്ടോ, പകരം ഇരയെ തേടിപ്പിടിച്ച് വേട്ടയാടുന്നവരാണ്. സാൾട്ടിസിഡേ അഥവാ ചാടുന്ന ചിലന്തികളുടെ കുടുംബമാണ് ചിലന്തികളിലെ തന്നെ ഏറ്റവും വലിയ കുടുംബം എന്ന് പറയുന്നത്. 6,000-ലധികം വർഗ്ഗങ്ങൾ ഇതിലുണ്ട്. അതായത് ഒരു വലിയ പ്രദേശം മുഴുവൻ നിറയ്ക്കാൻ ഈ ഒരൊറ്റ കുടുംബം മതി. ചെറിയ ശരീരവും രോമങ്ങളും മനോഹരമായ നിറങ്ങളുമുള്ള ഇവയ്ക്ക് അതിഗംഭീര കാഴ്ചശക്തിയാണുള്ളത്. ഉദാഹരണത്തിന് പീകോക്ക് സ്പൈഡറുകളെ നോക്കൂ, എത്ര ഗംഭീരമായ നിറങ്ങളാണവയ്ക്ക്. ഇവയുടെ വേട്ടയാടൽ രീതി വളരെ ലളിതമാണ്, എന്നാൽ അതിശയകരമായ കൃത്യതയുള്ളതുമാണ്. ഒന്നാമതായി, മുൻവശത്തേക്കുള്ള 4 വലിയ കണ്ണുകൾ ഉപയോഗിച്ച് അവ ഇരയെ കൃത്യമായി കണ്ടെത്തുന്നു. രണ്ടാമതായി, ഒരു പൂച്ചയെപ്പോലെ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ ഇരയുടെ അടുത്തേക്ക് പതുങ്ങി ചെല്ലുന്നു. ഒടുവിൽ, വലയൊന്നും ഉപയോഗിക്കാതെ ഇരയുടെ മേൽ മിന്നൽ വേഗത്തിലൊരു ചാട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് വേട്ടക്കാരന്റെ എല്ലാ ലക്ഷണങ്ങളും ഇവർക്കുണ്ട്. ഇനി ലൈക്കോസിഡേ അഥവാ വുൾഫ് സ്പൈഡറുകളുടെ കാര്യം നോക്കാം. പേരുപോലെ തന്നെ നിലത്ത് അതിവേഗം ഓടുന്നവരാണ് ഇവർ. രാത്രിയിൽ ഇവയുടെ കണ്ണുകൾ തിളങ്ങുന്നത് നമുക്ക് കാണാം. ഇവയിലെ അമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. മുട്ടകളും വിരിഞ്ഞിറങ്ങുന്ന 100 കണക്കിന് കുഞ്ഞുങ്ങളെയും പുറത്തേറ്റിയാണ് ഇവ നടക്കുന്നത്. ചിലന്തി ലോകത്തെ ഒരു തരം മിനിവാൻ അമ്മമാരാണിവർ എന്ന് നമുക്ക് തമാശയായി പറയാം, അല്ലേ? ഈ വേട്ടക്കാരുടെ കൂട്ടത്തിലെ അവസാനത്തെ ആളുകളാണ് പൈസോറിഡയ അഥവാ ഫിഷിംഗ് സ്പൈഡറുകൾ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇവയ്ക്ക് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയും. വെള്ളത്തിന് മുകളിലൂടെ അനായാസം നടക്കാനും ചെറിയ മീനുകളെ പിടിക്കാൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിയിറങ്ങാനും വരെ ഇവയ്ക്ക് സാധിക്കും. കുഞ്ഞുങ്ങൾ വിരിയുന്നതുവരെ ഈ അമ്മമാർ മുട്ടകൾ തങ്ങളുടെ വായ്ഭാഗത്ത് അതീവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ജയൻസ് ആൻഡ് വെനമസ് വണ്ടേഴ്സ്. ഇനി നമ്മൾ പോകുന്നത് വളരെ ഭീമന്മാരും എന്നാൽ തങ്ങളുടെ നിലനിൽപ്പിനാണ് ഈ ശക്തമായ വിഷം ഉപയോഗിക്കുന്നവരുമായ ചിലന്തികളുടെ ലോകത്തേക്കാണ്. ഇവരെക്കുറിച്ച് കേട്ടാൻ ആവശ്യമായി ഭയപ്പെടേണ്ടതില്ല കേട്ടോ. പകരം ഇവരുടെ അതിശയകരമായ ശാസ്ത്രീയ കഴിവുകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലന്തി ലോകത്തെ ശരിക്കുമുള്ള ഭീമന്മാരാണ് തെറാഫോസിഡേ അഥവാ നമ്മൾ വിളിക്കുന്ന ടെറാൻഡുലകൾ. വലിയ ശരീരവും നിറയെ രോമങ്ങളുമുള്ള ഇവയിലെ പെൺചിലന്തികൾ 20-30 വർഷം വരെ ജീവിക്കാറുണ്ടത്രേ. കാണാൻ കുറച്ച് ഭയപ്പെടുത്തുന്നവയാണെങ്കിലും ഇവ മനുഷ്യർക്ക് വലിയ അപകടകാരികളൊന്നുമല്ല എന്നതാണ് സത്യം. ഇതിലുൾപ്പെടുന്ന ഗൊലായത്ത് ബേർഡ് ഈറ്റർ എന്ന ചിലന്തിയാണ് ഭാരം കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിലന്തി.
ടറാൻഡുലകൾക്ക് വലിയ വിഷമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഇവ എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? ന്യൂ വേൾഡ് ടറാൻഡുലകൾ അവയുടെ ശരീരത്തിലെ കൂർത്ത രോമങ്ങൾ അഥവാ ആർട്ടിക്കേറ്റിംഗ് ഹെയർസ് ഒരു പ്രധാന പ്രതിരോധായുധമായി ഉപയോഗിക്കുന്നു. ശത്രുക്കൾ വരുമ്പോൾ ഇവ ഈ രോമങ്ങൾ വായുവിലേക്ക് തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിഷത്തേക്കാൾ ഇത്തരം ജീവശാസ്ത്രപരമായ സൂത്രങ്ങളാണ് ഇവയുടെ യഥാർത്ഥ ആയുധം. ഇനി ഇതിൽ ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിക്കാറിഡെ അഥവാ റെക്ലൂസ് ചിലന്തികളുടെ വിഷത്തിലുള്ള സ്പിംഗോമൈലിനീസ് ഡി എന്ന ശക്തമായ രാസവസ്തുവാണ്. ഇത് മനുഷ്യരുടെ ശരീരകലകളെ അഥവാ ടിഷ്യൂസിനെ നശിപ്പിക്കാൻ വരെ ശേഷിയുള്ളതാണ്. ശരീരത്തിൽ വയലിൻ ആകൃതിയിലുള്ള അടയാളമുള്ള ഈ ചിലന്തികൾ വരണ്ടതും ആരും അധികം ശല്യം ചെയ്യാത്തതുമായ ഇരുണ്ട സ്ഥലങ്ങളിലാണ് എപ്പോഴും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. വളരെ അപകടകാരികളായ 2 കുടുംബങ്ങളെ നമുക്കിവിടെ വസ്തുനിഷ്ഠമായ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന അട്രാസിഡെ അഥവാ ഫണൽ വെബ് ചിലന്തികളിലെ വിഷം നമ്മുടെ നാഡീവ്യൂഹത്തെ വളരെ വേഗം ബാധിക്കുന്നതാണ്. എന്നാൽ മറുവശത്ത് നോക്കിയാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ടിനിഡെ അഥവാ വാണ്ടറിംഗ് സ്പൈഡറുകളാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷം വഹിക്കുന്ന ചിലന്തികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇവയുടെ അതിജീവന തന്ത്രം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ദി ബിഗ് സ്പൈഡർ പിക്ചർ. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നാം ഇതുവരെ കണ്ട പ്രത്യേക കുടുംബങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി മുഴുവൻ ചിലന്തി വർഗത്തിൻ്റെയും പൊതുവായ ഒരു വലിയ ചിത്രം നമുക്കൊന്ന് നോക്കാം. നാം ഇതുവരെ ചർച്ച ചെയ്ത 10 പ്രധാന ചിലന്തി കുടുംബങ്ങളും അവയുടെ പ്രധാന പ്രത്യേകതകളുമാണ് ഇതിൽ വളരെ ചുരുക്കി നൽകിയിരിക്കുന്നത്. ഇതൊരു കിടിലൻ ചീറ്റ് ഷീറ്റാണെന്ന് പറയാം. ഓർബിയൂവേഴ്സിന്റെ വട്ടത്തിലുള്ള വലകൾ മുതൽ ടറാൻഡുലകളുടെ വലിയ ശരീരവും ഫണൽ വെബ് ചിലന്തികളുടെ കൊടിയ വിഷവും വരെ ഇതിൽ കൃത്യമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊന്ന് നോക്കിയാൽ മതി. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്പീസീസുകളുള്ള ജന്തുവർഗ്ഗങ്ങളിൽ 7ാം സ്ഥാനമാണ് അറേനിയ ഓർഡറിനുള്ളത്. നോക്കൂ, ഈ ഒരൊറ്റ വരി മതി ഈ ഭൂമിയിൽ ചിലന്തികൾ എത്രമാത്രം വിജയകരമായാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ലോകത്തിന്റെ എല്ലാ കോണുകളിലും എല്ലാ സാഹചര്യങ്ങളിലും അവർ അവരുടേതായ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞു 120 കുടുംബങ്ങളിലായി വല നെയ്തും ഒളിച്ചിരുന്നും പതുങ്ങിയിരുന്നും എന്നിന് വെള്ളത്തിൽ നീന്തിപ്പോലും ഇരപിടിക്കുന്ന 45,000-ൽ പരം ചിലന്തി വർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. പരിണാമത്തിന്റെ ഈ വലിയ അത്ഭുതത്തിൽ ഇവയിലെ ഏറ്റവും മികച്ച അതിജീവന തന്ത്രം ഏത് ചിലന്തിയുടേതായിരിക്കും? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈയൊരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ചിലന്തികളെ വെറുതെ ഭയപ്പെടേണ്ട ഒന്നായല്ല, മറിച്ച് പ്രകൃതിയിലെ അതിജീവനത്തിന്റെ യഥാർത്ഥ മാസ്റ്റർമാരായി നിങ്ങൾക്ക് അവരെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.